മൂന്നാല് ഇങ്ങനെ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിങ്ങനെ എനിക്ക് ഈ പെണ്ണ് കാണൽ നിരാശപ്പെട്ടു നിരാശയുണ്ട്. പക്ഷെ ഇതേപോലെ അതൊരു എനിക്ക് പറ്റുന്ന പരിപാടിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അമ്മയോട് പറയാം, എനിക്ക് ഈ പെണ്ണ് കാണൽ നടക്കില്ല. ഇങ്ങനെ വേണമായിരുന്നു എന്റെ വൈഫും പാട്ട് പാടുന്ന ആളായിരിക്കണം, അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഞാൻ ഇല്ലായിരുന്നു, ചിന്തിച്ചിട്ടേ ഡിമാൻഡ് ഇല്ല. ഒന്നും ഇല്ലായിരുന്നു. ഇല്ല, അന്നും അല്ല, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ കലയെ ഇരിക്കണം. സ്നേഹിക്കുന്ന കുട്ടി വേണമെന്നുണ്ടാവും. അതുണ്ട്. അത് പക്ഷെ എന്നാലും അങ്ങനെ ഞാൻ ബോധപൂർവം ചിന്തിച്ചിട്ടില്ല. അങ്ങനെ സത്യമായിട്ടും ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ പറയുമ്പോഴേ ഞാൻ ആലോചിക്കുന്നത്, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചിട്ടില്ല, പക്ഷെ അത് ദൈവം കറക്റ്റായൊരു വന്നതായിരിക്കും ചിലപ്പോ. കറക്റ്റ് പാർട്ട്ണറെ തന്നെ കൊണ്ട് തന്നു. കാരണം ഡാൻസ് ചെയ്യണമെങ്കിൽ പാട്ട് മസ്റ്റ് ആണല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെ നമ്മൾ അപ്പൊ പരിചയപ്പെട്ട എനിക്ക് തോന്നുന്നു സവിജയ്ക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കമ്പോസ് ചെയ്തിട്ടുണ്ട്. 2-3-4 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ കോമഡി എന്ന് വെച്ചാൽ ആ 2-3 പാട്ടുകൾ സവിജയ്ക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല. അതിന് സമയമായിട്ടില്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരെണ്ണത്തിൽ ഞങ്ങൾ ചെയ്തു, ഒരു ചിത്രശലഭം എന്ന് പറഞ്ഞിട്ടൊരു ഒരു സീരീസ് എന്റെ യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഒരെണ്ണം ഞങ്ങൾ 4 ആളും മാത്രം, ഞാനും സവിജയും 2 പിള്ളേരും, ഞങ്ങളൊരു ഫാമിലിയാണ് അതിൽ കാണിക്കുന്നത്. ശരി.